السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ പകുതി നമ്മൾ ഇന്ന് പിന്നിട്ട് പോയി. ഇന്നലത്തോടുകൂടി റമദാനിൻ്റെ പകുതി നമ്മൾ ഇന്ന് പിന്നിട്ട് പോയി. ഈ പുണ്യമാക്കപ്പെട്ട ദിവസം റമദാനിൻ്റെ 16-ാമത്തെ നോമ്പ്, 17-ാമത്തെ രാവ്. ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് 16-ാമത്തെ നോമ്പിലാണ്, 16-ാമത്തെ പകലിലാണ്, 17-ാമത്തെ രാവിലെ. ഈ പുണ്യമാക്കപ്പെട്ട രാവിലെ എന്താണ് പ്രത്യേകത? 17-ാമത്തെ രാവ് എല്ലാവർക്കും അറിയുന്നതാണ്. സഫറാം തായ്വരയിൽ ആചാരബാഹുക്കളും കൊലകൊമ്പന്മാരും അടങ്ങിയ ആയിരക്കണക്കിന് ശത്രു പക്ഷത്തോട് വെറും 313 ശുഹദാക്കൾ പടപൊരുതിയ രംഗമാണ് ബദർ. എല്ലാവർക്കും അറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും സ്മരിക്കേണ്ട ഒന്നാണ് ബദർ. റമദാൻ 17 ബദർ ശുഹദാക്കളെ ആണ്ടാണ്. അതിൻ്റെ രാവിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി റമദാൻ 17 രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ പവിത്രമാക്കപ്പെട്ട രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി റമദാൻ 17 രാവ് മഹത്വങ്ങളേറെ നിറഞ്ഞ മഹാന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങളെ സ്മരിക്കലും അവിടുത്തേക്ക് മൗലിദുകൾ പാരായണം ചെയ്യലും യാസീൻ പാരായണം ചെയ്യലും എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ ബദരീങ്ങളെ സ്മരിക്കണം. നമുക്ക് വലിയ കാവലുണ്ടാവാൻ, ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറാൻ, നമുക്ക് ജീവിതത്തിൽ വലിയ കാവലുണ്ടാവാൻ, നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടങ്ങേറുകളും മഹാന്മാരായ ബദർ ശുഹദാക്കളെ പേരിൽ യാസീൻ ഓതാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇന്നത്തെ രാവിലെ നമ്മൾ മറന്നു പോകരുത്. അവിടുത്തെ പേരിൽ ഒരു മൗലൂദ് ഓതാൻ, നമ്മളെ വീട്ടിൽ എല്ലാ വീട്ടിലും ഒരു മൗലൂദ് ഓതാൻ, ബദർ മൗലൂദ് ഓതാൻ നമ്മൾ മറന്നു പോകരുത്. ആ ബദർ ശുഹദാക്കളെ നമ്മൾ സ്മരിക്കണം. ആ ബദറിന്റെ രണാങ്കണം എന്താണ്? ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്‌ലിസിൽ നമ്മളിത് ചർച്ച ചെയ്യാം, നമുക്ക് വിശദീകരിക്കാം. ബദറിന്റെ രണാങ്കണവും ബദർ നടക്കാനുള്ള കാരണവും ആ ബദറുണ്ടായ ചരിത്ര പ്രസിദ്ധമായ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ മജ്‌ലിസിൽ അത് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മളെപ്പോഴും ചൊല്ലുന്നത് പോലെ നമ്മുടെ ദിക്റിന്റെ ദുആഇന്റെ മജ്‌ലിസാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന മജ്‌ലിസ്, മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ വിളിച്ച് തുടങ്ങുന്ന മജ്‌ലിസ്, ദിക്ർ ചൊല്ലി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി തുടങ്ങുന്ന മജ്‌ലിസ്, അവസാനം കൂട്ടമായിട്ടുള്ള ദുആ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. നമ്മുടെ മജ്‌ലിസിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന അല്ലാഹുവേ, അവർക്ക് പ്രയാസങ്ങൾ നീ കൊടുക്കല്ല അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ. ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ അല്ലാഹുവേ, നീ അവരുടെ ജീവിതത്തിൽ കാവൽ കൊടുക്കണം അല്ലാഹ്. മഹാന്മാരായ ഉപ്പാപ്പന്മാരുടെ കാവല് അവരുടെ ജീവിതത്തിൽ ഉടനീളം നീ കൊടുക്കണം അല്ലാഹ്. ധാരാളം വസിയത്തുകളാണ്. നമ്മളെ മജ്‌ലിസിന്റെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ ധാരാളം ദുആ വസിയത്തുകൾ. ഈ സയ്യിദിയ മജ്‌ലിസിലേക്ക് ധാരാളം ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ അല്ലാഹുവേ, അവരെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്, നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്, നീ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ഇഖ്ലാസോടുകൂടി മജ്‌ലിസിൽ പങ്കെടുക്കുന്നു. മജ്‌ലിസിലേക്ക് കടക്കുകയാണ്.
അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ, പിന്നീടുള്ള ദുആ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. മജ്ലിസിലേക്ക് കടക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാന്മാരെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. لا حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا خطب الرباني والعز السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بمالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن زمليلي كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما دوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آمين وإلى حضرة سيدنا وسندنا من ماتوا منا خاصة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ഓതിയ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും നീ പൂവണിയിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളെ രോഗങ്ങളെ നീ പരിപൂർണ ശിഫാ നീ നൽകണേ അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങളെ നീ നീക്കി തരണേ അല്ലാഹ് ഞങ്ങളെ പ്രതിസന്ധികൾ അല്ലാഹ് നീ തരണം ചെയ്യാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള് അറിയാതെ വന്നു പോയ പാപങ്ങള് അല്ലാഹ് നീ പുറത്തു നൽകണേ അല്ലാഹ് ഈ മഅഫിറത്തിന്റെ പത്തിൽ നീ ഞങ്ങൾക്ക് പാപം നീ പുറത്തു നൽകണേ അല്ലാഹ് നീ പുറത്തു നൽകണേ അല്ലാഹ് ഈ റമളാനിനെ നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് നീ ചേർക്കണേ അല്ലാഹ് ഞങ്ങളെ പരാജിതരിൽ നീ ചേർക്കല്ലേ അല്ലാഹ് നീ ചേർക്കല്ലേ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസ് രാവിലെ മുടങ്ങാതെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് ധാരാളം കാര്യങ്ങൾ മാറ്റിവെച്ച് അവരെ കാര്യങ്ങൾ മാറ്റിവെച്ച് അവരെ ജോലികൾ മാറ്റിവെച്ച് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ സയ്യിദിയ മജ്ലിസ് സാദാതീങ്ങളെ നോട്ടമുള്ള മജ്ലിസ് ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസ് മഹാനായ കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളൊക്കെ വല്ലിപ്പയായ ഞങ്ങളൊക്കെ ഉപ്പാപ്പയായ ജമലുല്ലൈലിപ്പാപ്പയുടെ കാവലുള്ള മജ്ലിസ് അവിടെ നോട്ടമുള്ള മജ്ലിസ് അവരെ ഹാജറാകുന്ന മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ് ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹ് നീ തക്കതായ പ്രതിഫലം നീ ഇരു വീട്ടിലും നീ കൊടുക്കണം അല്ലാഹ് നീ കൊടുക്കണം അല്ലാഹ് നീ കൊടുക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കണം എല്ലാവരും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടി ഏറ്റുചൊല്ലി മനസ്സിൽ മുറാദ് മനസ്സിലുണ്ട് കരുത് നിങ്ങളെ ഉദ്ദേശങ്ങളെ മനസ്സിൽ കരുതിക്കോ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഏറ്റുചൊല്ല് ഈ പവിത്രമാക്കപ്പെട്ട റമളാനിലെ ഓരോരോ ദിനങ്ങളിലും ഓരോരോ ദിനരാത്രങ്ങളിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്ർ ഈ 30 ദിവസവും നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ് ആ ദിക്ർ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചൊല്ലാൻ പഠിപ്പിച്ച ദിക്ർ ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല് എൻ്റെ മുഅ്മിനീങ്ങളെ ചൊല്ലണേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله
അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്റിനെ അല്ലാഹ് ഞങ്ങൾ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഈ റമദാൻ ഖൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് നീ ചേർക്കണം അല്ലാഹ്, നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ മഅ്ഫിറത്ത് നൽകണം അല്ലാഹ്, മർഹമത്ത് നീ നൽകണം അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണം അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രയാസങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു ഇടങ്ങേറുകൾ നീ കൊടുക്കല്ലേ അല്ലാഹ്. അടുത്ത ദിക്ർ ഈ രണ്ടാമത്തെ പത്തില്, മഅ്ഫിറത്തിന്റെ പത്തില് നമ്മൾ ധാരാളമായി ചൊല്ലേണ്ട ദിക്ർ, നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള്, വൻപാപങ്ങള്, ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ കാരണമാകുന്ന ദിക്ർ ഈ രണ്ടാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ർ. വെറും ഒരു നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 3 പ്രാവശ്യം ചൊല്ലി ഈ ദിക്റിന് ചുരുക്കടലും തോന്നിങ്ങളെ ചുരുക്കരുത്. ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് റമദാനിലെ രണ്ടാമത്തെ പത്തിലാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇരിക്കുന്ന ഇരുത്തം അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന അല്ലാഹുവേ ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ മഅ്ഫിറത്തിന്റെ പത്തിൽ നമ്മൾ പാപങ്ങൾ പൊറുക്കണം, അല്ലെങ്കിൽ നമ്മൾ വലിയ പരാജിതരാണ്. അല്ലാഹു ഈ മഅ്ഫിറത്തിന്റെ പത്തിൽ നമ്മളെ പാപങ്ങൾ പൊറുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ പരാജിതരാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ മഅ്ഫിറത്തിന്റെ പത്തില്, പാപമോചനത്തിന്റെ പത്തില് ധാരാളമായി നമ്മൾ ഈ ദിക്റിനെ ചൊല്ലണം. അല്ലാഹു പല സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഗഫൂർ, ഗഫാർ, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് ഈ ഇരുത്തത്തിൽ നമുക്ക് തന്നെ ചോദിക്കാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്ത് നൽകണേ അല്ലാഹ്, നീ പുറത്ത് നൽകണേ അല്ലാഹ്. اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لي ذنوبي يا رب العالمين.
അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള് നീ പുറത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹ് ഞങ്ങളിതായി ദിക്റിനെ ചൊല്ലി അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ്. ഇനിയും കൂടുതൽ ചൊല്ലാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പുറത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഉദ്ദേശം നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ജോലി നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാരിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വീട്ടിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മളെ മജ്ലിസിൽ നമ്മൾ ഈ പവിത്രമാക്കപ്പെട്ട റമളാനിൽ ധാരാളമായി ദുആ ചെയ്യാറുണ്ട്. ദുആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റമളാനിൽ ധാരാളമായി ഈ ദുആയെ നിങ്ങൾ പതിവാക്കണേ എന്ന് അവിടുത്തെ ഉമ്മത്തിനോട് ദുആ ചെയ്യാൻ പറഞ്ഞ ദുആ ഏതാണ്? ആ ദുആ അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ മുബാറകൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم مباركا شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا أرحم الراحمين يا الله ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളേറെ നിറഞ്ഞ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്, പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു അല്ലാഹ്, നീ ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ അടുത്തത് നമുക്ക് ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഈ മഗ്ഫിറത്തിന്റെ പത്തില്, പാപങ്ങൾ പൊറുക്കുന്ന പത്തില് നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അവന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് ആരംഭപ്പൂവായ മുത്തൊളീമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തില്, ഈ പുണ്യമാക്കപ്പെട്ട മഗ്ഫിറത്തിന്റെ പത്തില്, ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട പത്തില് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മളെ കാര്യങ്ങൾ റെഡിയാവാൻ, നമ്മളെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, നമുക്ക് ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ, നമ്മളെ ഗുഡ്സായ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിശാലത നൽകാൻ, നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാ ബർക്കത്തും നേടിയെടുക്കാൻ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോ. നമുക്ക് ചൊല്ലാം, ഈ മജ്ലിസിലിരുന്നു കൊണ്ട് നമുക്ക് ചൊല്ലാം, നമുക്ക് ചൊല്ലാം. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ഇസ്തിഗ്ഫാറിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള് നീ പുറത്ത് നൽകണമല്ല. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ വൻപാപങ്ങൾ നീ പൊറുക്കണമല്ല, ചെറു പാപങ്ങൾ നീ പൊറുക്കണമല്ല. നിങ്ങൾ സാഹചര്യത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് ധാരാളം അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ ചെയ്തവരാണ് അല്ല, അറിയാതെ പാപങ്ങൾ ചെയ്തവരാണ് അല്ല. നീ പൊറുക്കണമല്ല. ഇനി ഒരിക്കലും അല്ല അത്തരം പാപങ്ങള്, അത്തരം തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ വന്നു പോകില്ല അല്ലാഹുവേ. നീ പൊറുക്കണമല്ല, നീ പൊറുക്കണമല്ല. ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ല, ഞങ്ങൾക്ക് മാപ്പ് നൽകണമല്ല, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമല്ല. ഈ മഗ്ഫിറത്തിന്റെ പത്തില് ധാരാളമായി ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കണം. ധാരാളമായി നാം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. അടുത്ത ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ചൊല്ലാം. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിന്റെ കാരണത്താൽ, ഞങ്ങൾ ചൊല്ലിയതിന്റെ കാരണത്താൽ ഞങ്ങളെ
പാപങ്ങൾ നീ പൊറുക്കണമല്ല. ഈ മാസത്തിലല്ല, ഈ ദിവസത്തിലല്ല, ഈ മഗ്ഫിറത്തിന്റെ 10-നുള്ള ഞങ്ങളെ പാപങ്ങൾ പൊറുത്തുകൊണ്ട് ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണമല്ല. നീ സഫലീകരിക്കണമല്ല. ഒരു വീടില്ലാത്തവരുണ്ട് അല്ലാ, ഒരു ഹൈറായ വീട് നീ കൊടുക്കണമല്ല. തങ്ങളെ ഒരു വീടില്ല തങ്ങളെ, കോട്ടൈസിലാണ് വാടക കൊടുത്തു പടുത്തു തങ്ങളെ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട് അല്ലാ. ഒരു ഹൈറായ വീട് നീ കൊടുക്കണമല്ല, നീ കൊടുക്കണമല്ല, നീ കൊടുക്കണമല്ല. ഞങ്ങളെ നീ കാത്തോളണമല്ല. ധാരാളം കടബാധിതരുള്ളവരുണ്ട് അല്ലാ, കടത്തിൽ കുടുങ്ങി നിൽക്കുന്നവര് ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാ. കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ല. ഷഹീദിന് പോലും പൊറുക്കാത്ത കടം അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണമല്ലാ, നീ കൊടുക്കണമല്ലാ. ധാരാളം മുറാദുകളുള്ളവര്, ധാരാളം ഉദ്ദേശങ്ങളുള്ളവര് അല്ലാ നീ സഫലീകരിക്കണമല്ലാ, നീ സഫലീകരിക്കണമല്ലാ. ജോലി ഇല്ലാത്തവര്, വിവാഹങ്ങൾ നടക്കാത്തവരല്ലാ നീ അടുപ്പിക്കണമല്ലാ. ജോലിയെയും ഒരു ഇണയെയും നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ അല്ലാ. അടുത്ത ദിക്ർ നമ്മൾ മജ്‌ലിസിൽ ചൊല്ലാറുള്ള ദിക്റാണ്, വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്, എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ. മനപ്രയാസങ്ങള്, ശാരീരികമായ പ്രയാസങ്ങള്, സാമ്പത്തികമായ ഞെരുക്കങ്ങളല്ലാ നീ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ, നീ വിശാല നൽകണേ അല്ലാ. ജീവിതത്തിൽ ടെൻഷൻ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ മാനസികമായ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, മാനസികമായ പിരിമുറുക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നീ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ പ്രയാസങ്ങൾ നീ നൽകല്ലേ അല്ലാ. ഈ സയ്യിദിയ മജ്‌ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാ, ഈ സയ്യിദിയ മജ്‌ലിസിന്റെ ഹാദിമീങ്ങളുണ്ട് അല്ലാ. അല്ലാഹുവേ സാദാത്യങ്ങളെ ഇട്ടം വെച്ചത് കൊണ്ടാണ് അല്ലാ, അവരെ ബഹുമാനിച്ചത് കൊണ്ടാണ് അല്ലാ ഈ സയ്യിദിയ മജ്‌ലിസ് മുടങ്ങാതെ വീക്ഷിക്കുന്നവര് അല്ലാഹുവേ അവർക്ക് നീ കാവല് കൊടുക്കണം അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവല് അവരുടെ ജീവിതത്തിൽ ഉടനീളം നീ കൊടുത്തനുഗ്രഹിക്കണം അല്ലാ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് മജ്‌ലിസിൽ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത് ഹബീബായ തങ്ങളെ ഹദ്റത്തിലേക്ക് ഇൻഷാ അല്ലാ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാം. ധാരാളമായി ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നിങ്ങൾ സ്വലാത്തുകൾ ചൊല്ലണേ. ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ലണേ. ഹബീബായ റസൂലുള്ളാഹിനെ മനാമിൽ ഒന്ന് കാണാൻ, ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്,
നിങ്ങൾ ചൊല്ല്, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ഈ മാസത്തിൽ അധികരിപ്പിക്കുക. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹുവേ അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ സകലമായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ ഈ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. രോഗങ്ങൾ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. തൈറോയിഡിന്റെ അസുഖം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കാൽമുട്ട് വേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കാലുവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഹൃദയ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. തല സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. വയർ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കൺ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കാത് സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ശരീരത്തിന്റെ ഒരു അവയവത്തിലും രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്കൊന്ന് ചെന്ന്, ഞങ്ങളെ നേതാവിന്റെ അടുക്കലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ അല്ലാഹുവേ, ആ പൂമേനിയൊന്ന് മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിലെ അവസാനത്തെ സ്വലാത്ത്. ഇത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യണം. എല്ലാവരും ദുആയിൽ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ആമീൻ പറയണേ, ആമീൻ പറയണേ. അവസാനമായിട്ടുള്ള ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലണേ. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ല്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നമുക്ക് ചെല്ലാം. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സല്ലല്ലാഹു അലാ سيدنا محمد والآل والأصحاب سلم. صلى الله على سيدنا محمد والآل والأصحاب سلم. صلى الله على سيدنا
سيدنا محمد والآل والأصحاب سلم صلى الله على 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 سيدنا محمد والآل والأصحاب سلم رحم الراحمين يا الله ഈ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്, നീ ഞങ്ങൾ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ മഗ്ഫിറത്തിന്റെ പത്തിൽ അല്ലാഹ് ധാരാളം പാപങ്ങൾ ജീവിതത്തിൽ ചെയ്ത് വന്നു പോയവരാണ് അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്, നീ മാപ്പ് നൽകണേ അല്ലാഹ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഉദവി നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്, നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, നമ്മൾ ഓതിയ ഫാത്തിഹകൾ, നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എല്ലാവരും ആമീൻ പറയുക, എല്ലാവരും ആമീൻ പറയുക. നമ്മുടെ മനസ്സിലുള്ള മുറാദ് അത് കരുതുക, മനസ്സിലുള്ള ആ ഉദ്ദേശം മനസ്സിലുണ്ട് കരുതുക, എന്നിട്ട് ആമീൻ പറയാം, ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. റമളാൻ 30-ലും മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു മജ്ലിസിൽ നിന്ന് പോലും പിരിഞ്ഞു പോകരുത്. നിങ്ങൾ റമളാൻ 30 മജ്ലിസിൽ പങ്കെടുത്തു നോക്കി, ഇനി റമളാൻ കഴിഞ്ഞാലുള്ള മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്തു നോക്കി. റമളാന്റെ മജ്ലിസ് ഞാൻ പ്രത്യേകം പറഞ്ഞെന്ന് മാത്രം. നിങ്ങളെ മനസ്സിലുള്ള മുറാദ് കരുതി പങ്കെടുത്തു നോക്ക്, അല്ലാഹു സാധിപ്പിച്ചു തരും, അല്ലാഹു സാധിപ്പിച്ചു തരും. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ മജ്ലിസിന്റെ ഇടക്കിടക്ക് ഞാൻ പറയാറുണ്ട്, കുറേ അനുഭവങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. കുറേ അനുഭവങ്ങളുണ്ട് മജ്ലിസിൽ, കുറേ മുറാദുകൾ ഹാസിലായ ആളുകൾ, അവർ ധാരാളം അനുഭവങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ് അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അടിമകളായ ഞങ്ങളെ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളെ തേട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരെ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ചു കൊടുക്കണം അല്ലാഹ്. നമ്മളെ ഈ സയ്യിദിയ്യ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവരുണ്ട് അല്ലാഹ്. കൊയക്കൽ അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. ധാരാളം സഹോദരി സഹോദരന്മാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാർ നന്നാക്കണേ അല്ലാഹ്, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. സാലറിയിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് അവരുടെ ജീവിതത്തിൽ അല്ലാഹ് മനസ്സമാധാനം നീ നൽകണേ അല്ലാഹ്, ഐക്യം നിലനിർത്തണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ ദുശീലങ്ങൾ മാറാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നല്ല ബുദ്ധി അവർക്ക് കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധിയെ നീ തോന്നിപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ല അല്ലാഹ്. നാടിനും വീടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാഹ്. മക്കളുടെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ ഈ സയ്യിദിയ്യ മജ്ലിസ് കാണുന്ന ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത മക്കളുടെ കാര്യങ്ങൾ, ലഹരിക്കടിമപ്പെടുന്ന മക്കളുടെ കാര്യങ്ങളാണ് അല്ലാഹ്. അത്തരം അവസ്ഥ അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അവരെ ജോലി തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹ് ഹൈറായ ജോലി നീ അടുപ്പിക്കണം അല്ലാഹ്. അവരെ വിവാഹ തടസ്സങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണം അല്ലാഹ്, നീ അടുപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
ധാരാളം ദുആ വസിയത്തുകളുണ്ട് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം രോഗികൾ നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹുവേ. അല്ലാഹുവേ ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ നൽകണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ബ്ലഡ് ട്യൂമർ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കുന്ന ഒരവസ്ഥ അല്ലാഹുവേ, അത്തരം രോഗങ്ങളല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കൾ പറയുന്ന അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥയിൽ അല്ലാഹ് ഞങ്ങളെ നീ കെടുത്തല്ലേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. പരാജിതരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. തനാസുൽ റെഡിയായിട്ടില്ല തങ്ങളെ, ഇഖാമ ശരിയായിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്. അത്തരം അവസ്ഥ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം എൻ്റെ ദ്വീപ് നിവാസികൾ, ദ്വീപ് സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, അവരെ നീ കാത്തോളണേ അല്ലാഹ്. അവർക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസം അല്ലാഹുവേ, ഖൈറിന്റെ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അല്ലാഹ് നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. നോമ്പും 30 നോൽക്കാൻ അല്ലാഹ് ഞങ്ങൾക്കൊരു ഖുവത്ത് നൽകണേ അല്ലാഹ്. അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ നൽകല്ലേ അല്ലാഹ്. ധാരാളം ഖത്മുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളോടൊപ്പം ദുആക്ക് ആമീൻ പറഞ്ഞിരുന്നവര്, ദിക്റുകൾ ചൊല്ലിയിരുന്നവര്, സ്വലാത്തുകൾ ചൊല്ലിയിരുന്നവര്, നോമ്പനുഷ്ഠിച്ചിരുന്നവര്, അർഹമുർ റഹീമീനായ അല്ലാഹ് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. നിങ്ങൾ മജ്ലിസിൽ പറഞ്ഞതും ചൊല്ലിയതുമായ കാര്യങ്ങൾ അല്ലാഹ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഒരു നൂറാനിയത്തായി, ഒരു പ്രകാശമായി നീ എത്തിക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത കൊടുക്കണേ അല്ലാഹ്.
അതുപോലെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുങ്ങി തീർന്നതുപോലെ ഒരുങ്ങി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. അവരെ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, നീ വിശാല നൽകണേ അല്ലാ. നിന്റെ മലാക്കന്മാരുടെ സഹായം പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് പൊന്നുമ്മാന്റെയും പൊന്നുപ്പാന്റെയും ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാ, നീ വിരിപ്പിക്കണേ തമ്പുരാനെ അർഹമുർ റഹീമീനായ അല്ലാ. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഇമ്പരപ്പടിയിൽ ഉണക്കട്ടി ഞങ്ങളെ മലർത്തിയങ്ങ് കെടുത്തുമല്ലോ. ഈ താണ്ടി തലയിലേക്ക് കെട്ടപ്പെടുമല്ലോ, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളെ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, നീ ചേർക്കണമല്ലോ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. അല്ലാ, ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണമല്ലോ. ഖബർ കുടുസാക്കല്ലോ, വിശാല നൽകണമല്ലോ. ഞങ്ങൾ ചെയ്തതും ചൊല്ലിയതുമായ കാര്യങ്ങൾ ഖബറിലേക്കൊരു നൂറാനിയത്തായ ഒരു പ്രകാശമായി നീ എത്തിക്കണമല്ലോ, നീ എത്തിക്കണമല്ലോ. ഞങ്ങൾ ജീവിതകാലത്ത് കൊടുത്ത സ്വതക്കകളല്ലോ നീ സ്വീകരിക്കണമല്ലോ, നീ കബൂലാക്കണമല്ലോ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണമല്ലോ, നീ ചേർക്കണമല്ലോ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. അല്ലാഹ്, ഈ മജ്ലിസിനെ കാണുന്നവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസത്തിലാണ്, ദിനത്തിലാണ് അല്ലാഹ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നോമ്പുകാരായിട്ടാണ് നിലകൊള്ളുന്നത് അല്ലാഹ്, ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ ഭയാനകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ അല്ലാഹ്, നീ ഹറാമാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. السلام عليكم ورحمة الله.